പ്രേതങ്ങളും അദൃശ്യ ശക്തികളുമൊക്കെ ഉണ്ടോ? കാലങ്ങളായി മനുഷ്യ സമൂഹം ചോദിക്കുന്ന ചോദ്യമാണിത്. ഇല്ലെന്ന് പറയുന്നവരെക്കാൾ ഏറെയാണ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ. പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടെന്നും അത്തരം സാന്നിധ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും ഒക്കെ പലരും പറയാറുണ്ട്. എന്നാൽ കൃത്യമായ തെളിവുകളൊന്നും ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. അതേസമയം തന്നെ ഇത്തരം നിഗൂഢതകൾ നിറഞ്ഞ പല സ്ഥലങ്ങളിലും പോകാൻ ഇക്കാലത്തും ആളുകൾ മടികാട്ടാറുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തങ്ങാത്ത സ്ഥലമാണ് രാജസ്ഥാനിലെ ജയ്സാൽമറിന് സമീപമുള്ള കുൽധാര വില്ലേജ്. ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ ഗ്രാമീണരും പലായനം ചെയ്തെടുത്തു തുടങ്ങുന്നു കുൽധാരയിലെ നിഗൂഢതകൾ. പ്രേത ഗ്രാമമായാണ് കുൽധാര അറിയപ്പെടുന്നത്. അന്ധവിശ്വാസങ്ങളും നിഗൂഢമായ കഥകളും ഉറങ്ങുന്ന മണ്ണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ 1000-ലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിനെ വേറിട്ടതാക്കുന്നത്. അവരെവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ എന്നത് സംബന്ധിച്ച് ഇന്നും കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടും എന്താണ് കുൽധാരയിൽ രാത്രി തങ്ങാൻ സമീപവാസികൾ പോലും മടിക്കുന്നത്? ശപിക്കപ്പെട്ടതെന്ന് ഈ ഗ്രാമത്തെ ആളുകൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമങ്ങളിലൊന്ന് അതാണ് കുൽധാര. ഒരു കാലത്ത് സമ്പന്നരായ പലിവൾ ബ്രാഹ്മണരാണ് ഇവിടെ താമസിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഒരു രാത്രിയിൽ മുഴുവൻ ആളുകളും ഈ ഗ്രാമം വിട്ടുപോയതായാണ് വിശ്വാസം. പ്രാദേശികമായി പറയപ്പെടുന്നത് പ്രകാരം 1825-ൽ ജയ്സാൽമറിലെ മന്ത്രിയായിരുന്ന സലീം സിംഗ് ഇവിടുത്തെ ഗ്രാമമുഖ്യന്റെ മകളെ ബലമായി വിവാഹം കഴിക്കാൻ ശ്രമിച്ചതോടെയാണ് കൂട്ടപ്പലായനം നടന്നത്. തനിക്കും തന്റെ ആഗ്രഹങ്ങൾക്കും എതിരായി ആരെങ്കിലും നിന്നാൽ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇയാൾ ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സിംഗിന്റെ ക്രൂരതകൾ അറിയാവുന്ന ഗ്രാമവാസികൾ ആ പെൺകുട്ടിക്ക് അത്തരമൊരു വിധി ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ കുൽധാരയിലെ ഗ്രാമവാസികളെല്ലാം ഭൂമിക്കടിയിലുള്ള ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ അവരെങ്ങോട്ടാണ് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. അന്ന് ഗ്രാമവാസികൾ പോകുമ്പോൾ ഈ ഭൂമി ജനവാസമില്ലാതായി പോകട്ടെ എന്ന് ശപിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും അവർ കൂടെ കൊണ്ടുപോയിരുന്നു. ആരും പിന്തുടരുകയോ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തുകയോ ചെയ്യാതിരിക്കാൻ പോയതിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞു. ചിലർ രാജസ്ഥാനിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറിയെന്ന് പറയുന്നു. മറ്റു ചിലർ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയെന്നും പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും സ്ഥിരീകരണമില്ല. അതിനുശേഷം കുൽധാര ഗ്രാമം പൂർണ്ണമായും ആളൊഴിഞ്ഞ നിലയിൽ തുടരുകയാണ്. നിരനിരയായി മൺവീടുകൾ, ഒന്നിനും മേൽക്കൂരയില്ല. തകർന്ന ചുമരുകൾ ഏതോ ദുഃഖകരമായ ഭൂതകാലത്തിന്റെ അസ്ഥികൂടങ്ങൾ പോലെ നിലകൊള്ളുന്നു. ആകെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. ആഴമേറിയതും പടികളുള്ളതുമായ നിരവധി കിണറുകൾ. ഓരോ കിണറിന് ചുറ്റും നിരവധി ദൈവങ്ങളുടെ ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്ന തൂണുകൾ. അതിൽ തിരിച്ചറിയാവുന്ന ശില്പങ്ങളിലൊന്ന് ഗണപതിയുടേതാണ്. ഈ കിണറുകളിലേക്ക് ഇറങ്ങാനാവില്ലെങ്കിലും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഗോവേണിപ്പടികൾ വലിയ ആഴത്തിന്റെ സൂചനകൾ നൽകുന്നു. ഇടിഞ്ഞുകിടക്കുന്ന വീടുകളും ക്ഷേത്രാവശിഷ്ടങ്ങളും ശൂന്യമായ വഴികളുമൊക്കെയാണ് ഗ്രാമത്തിന് ഭീതിജനകമായ അന്തരീക്ഷം നൽകുന്നത്. ഗ്രാമം സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കുൽധാരയിൽ വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവരും നിരവധിയാണ്. ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ ഭയവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നു. പ്രേത സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നും ചിലർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് നിയന്ത്രണങ്ങൾ മറികടന്ന് പ്രേതവെട്ടക്കാരും സാഹസികരുമൊക്കെയാണ് രാത്രിയിൽ ഗ്രാമത്തിൽ തങ്ങിയിട്ടുള്ളത്. ഥാർ മരുഭൂമിയിലെ മണൽക്കൂനകളിൽ ഏകദേശം 2 നൂറ്റാണ്ടുകളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഈ ഗ്രാമം ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ്. ടിക്കറ്റ് എടുത്ത് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം. നിലവിൽ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിനു മുമ്പും ഇവിടെ സന്ദർശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. കുൽധാരയുടെ ഇതിഹാസം, നാനക് ഷാ ഫക്കീർ, ഭൂത് റിട്ടേൺസ്, ഫിയർ ഫയൽസ്, ഹോണ്ടഡ് വീക്കെൻഡ്സ് വിത്ത് സണ്ണി ലിയോൺ തുടങ്ങിയ നിരവധി സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും TV ഷോകൾക്കുമൊക്കെ പ്രചോദനമായിട്ടുണ്ട്. ഇന്നും പലരും ഈ സ്ഥലത്തെ ഭൂതബാധിതമായ ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് വരൾച്ചയും ജലക്ഷാമവും സാമ്പത്തിക തകർച്ചയും ഗ്രാമം ഉപേക്ഷിക്കാൻ കാരണമായിരിക്കാമെന്നാണ്. ഭൂമിക്കടിയിൽ സ്വർണ്ണനിധി കുഴിച്ചിട്ടുള്ളതിനാൽ സന്ദർശകരെ സ്ഥലത്ത് നിന്ന് അകറ്റാനാണ് പ്രേതകഥകളെന്ന പ്രചരണങ്ങളും കുൽധാരയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രഹസ്യങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ കുൽധാര ഗ്രാമം രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. കുൽധാരയെ ഭൂതകാലത്തിന്റെ പ്രേതം വേട്ടയാടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ ആയിരങ്ങളാണ് പഴമ ദർശിക്കാൻ ഇവിടേക്കെത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.